ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ നാവിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന സുപ്രധാന പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. ഭിന്നശേഷി സംവരണം സംബന്ധിച്ച് എൻഎസ്എസിന് ലഭിച്ച സുപ്രീംകോടതി ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് കുഞ്ഞ് മരിച്ചെന്ന പരാതിയിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭം നാളെ. ഈസ്റ്ററിനോട് അനുബന്ധിച്ചുള്ള വലിയ നോമ്പിന് ഇന്ന് തുടക്കമായി. ഐസിസി T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ നാവികസേനയുടെ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 50ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള നാവികസേനകൾ പങ്കെടുക്കുന്ന അഭ്യാസത്തിൽ 70ലേറെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും വിമാനങ്ങളും അണിനിരക്കുന്നുണ്ട്. ആഗോളതലത്തിൽ നാവിക പങ്കാളിത്തവും സൌഹാർദ്ദവും ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന പ്രധാന പങ്ക് വഹിക്കുന്നതായി ഫ്ലീറ്റ് റിവ്യൂവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുത്ത വിദേശ നാവികസേനകൾക്ക് രാഷ്ട്രപതി നന്ദി അറിയിച്ചു. International Fleet Review reflects unity, trust and respect among nations for maritime traditions. Ships with different flags and sailors from different countries exhibit the spirit of togetherness. The spirit of togetherness is well captured in the theme of this review, United Through Oceans. It is a positive message to the global community. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ സ്പെയിൻ പ്രസിഡന്റ് പെദ്രോ സാഞ്ചസ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സ്പെയിൻ നൽകുന്ന പിന്തുണകളെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. ഫിൻലാൻഡ് പ്രധാനമന്ത്രി ആന്റി പെരേറ്റി ഒർപ്പോയുമായും കൂടിക്കാഴ്ച നടത്തിയ ശ്രീ മോദി നിർമ്മിത ബുദ്ധി രംഗത്തെ ഫിൻലാൻഡിന്റെ മുന്നേറ്റങ്ങളെ പ്രശംസിച്ചു. സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുച്ചിച്ചുമായും ക്രൊയേഷ്യൻ പ്രസിഡന്റ് ആന്ദ്രേ പ്ലെങ്കോവിച്ച്, എസ്റ്റോണിയൻ പ്രധാനമന്ത്രി അലാർ കാരിസ് എന്നിവരുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. സംസ്ഥാന സർക്കാരിന്റെ വിവിധ സേവനങ്ങൾക്കും മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന വിധമുള്ള ആധികാരിക രേഖയായിരിക്കും നേറ്റിവിറ്റി കാർഡെന്ന് ബില്ലിൽ വ്യക്തമാക്കുന്നു. വിദേശ പൌരത്വം സ്വീകരിച്ചവർക്ക് നേറ്റിവിറ്റി കാർഡിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. നേറ്റിവിറ്റി കാർഡ് ലഭിച്ച ശേഷം വിദേശ പൌരത്വം സ്വീകരിക്കുന്ന പക്ഷം നേറ്റിവിറ്റി കാർഡ് അസാധുവാകുന്നതാണ്. കാർഡ് ആവശ്യമുള്ളവർ തഹസിൽദാർ മുമ്പാകെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സംസ്ഥാന ബാംബു കോർപ്പറേഷന് 2030 ഒക്ടോബർ 31 വരെ 5 വർഷത്തേക്ക് മുൻകാല പ്രാബല്യത്തിൽ പ്രതിവർഷം പരമാവധി 5000 മെട്രിക് ടൺ ഈറ്റ വനം വകുപ്പിൽ നിന്ന് സൌജന്യമായി അനുവദിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി. നിർധനരായ പരമ്പരാഗത ബാംബു തൊഴിലാളികൾക്ക് കരകൌശല ഉൽപ്പന്ന നിർമ്മാണത്തിനായി വിതരണം ചെയ്യുന്നതിനാണ് ഈറ്റ അനുവദിക്കുന്നത്. കേരളത്തിൽ ഭിന്നശേഷി സംവരണം സംബന്ധിച്ച് എൻഎസ്എസിന് ലഭിച്ച സുപ്രീംകോടതി ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാണെന്ന് സംസ്ഥാന സർക്കാർ. 20,000-ഓളം അധ്യാപകർക്ക് നിയമന തീയതി മുതലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇതിലൂടെ ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിനായി മാറ്റിവച്ചിട്ടുള്ള തസ്തികകളിൽ അവരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ കോടതി വിധി പാലിച്ചുകൊണ്ട് മാനേജ്മെന്റ് സ്വീകരിക്കേണ്ടതാണ്. ഭാവിയിൽ മാനേജ്മെന്റ് നടത്തുന്ന എല്ലാ നിയമനങ്ങൾക്കും മേൽ സുപ്രീംകോടതി വിധി ബാധകമായിരിക്കും. ഭിന്നശേഷി നിയമനത്തിനായി ഇനിയും തസ്തികകൾ വിട്ടു നൽകാത്ത മാനേജർമാർ അടിയന്തരമായി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തസ്തികകൾ വിട്ടു നൽകേണ്ടതാണ് എന്ന് കർശന നിർദ്ദേശം നൽകുന്നു. അധ്യാപക നിയമനം ലഭിച്ചവർ 2 വർഷത്തിനുള്ളിൽ കേടെക് പാസ്സായാൽ മതിയെന്ന സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 2025 സെപ്റ്റംബർ 1 മുൻപ് നിയമിതരായവരും നെറ്റ് സെറ്റ് തുടങ്ങിയ സാമാന്യ യോഗ്യതകൾ ഉള്ളവരുമായ അധ്യാപകരുടെ ശമ്പള സ്കെയിലിന് താൽക്കാലിക അനുമതി നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ബാറുകളുടെ സമയമാറ്റം പുതിയ തീരുമാനമല്ലെന്നും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിലവിലുള്ള സമയക്രമം മറ്റ് സ്ഥലങ്ങൾക്ക് കൂടി ബാധകമാക്കി സമയം ഏകീകരിക്കുക മാത്രമായിരുന്നുവെന്നും മന്ത്രി എം.പി. രാജേഷ്. ടൂറിസം മേഖല, അയൽ സംസ്ഥാനങ്ങളിലെ സമയക്രമം എന്നിവ പരിഗണിച്ചാണ് പ്രവർത്തന സമയം രാവിലെ 10 മുതൽ രാത്രി 12 മണിവരെയാക്കി നിശ്ചയിച്ചതെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് 5 ലക്ഷം രൂപ ലൈസൻസ് ഫീസ് അടച്ചാൽ പുലർച്ചെ 3 മണിവരെ പ്രവർത്തിക്കാൻ അനുമതി ലഭിക്കും.
സംസ്ഥാനത്തെ വിവിധ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചതായി മന്ത്രി വി എൻ വാസവൻ. ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ സംഘങ്ങളിൽ ക്ഷാമബത്ത 103-ൽ നിന്ന് 109%, ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്ത സംഘങ്ങളിൽ 195-ൽ നിന്നും 204%-ആയുമാണ് വർദ്ധിപ്പിച്ചത്. 2023 ജൂലൈ 1 മുതൽ ഇതിന് പ്രാബല്യമുണ്ടാകും. ഒരു ശമ്പള പരിഷ്കരണവും നടപ്പാക്കാത്ത സംഘങ്ങളിൽ ക്ഷാമബത്ത 15% വർദ്ധിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞ് മരിച്ചെന്ന പരാതിയിൽ കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്ത് ആരോഗ്യവകുപ്പ്. ഡോക്ടർക്കെതിരെ കൈക്കൂലി ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. കേരളത്തിൽ റംസാൻ വ്രതാരംഭം നാളെ. മാസപ്പിറവി ഇന്നലെ ദൃശ്യമാകാത്തതിനാൽ റംസാൻ 1 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിക്കുകയായിരുന്നു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകളിൽ ഇന്നായിരുന്നു വ്രതാരംഭം. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വലിയ നോമ്പിനും ഇന്ന് തുടക്കമായി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നോമ്പുകാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ കുരിശുമല തീർത്ഥാടന കേന്ദ്രങ്ങളും സജീവമായി. ഏപ്രിൽ 5-നാണ് ഈസ്റ്റർ. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. കട്ടിളപ്പാളി ദ്വാരപാലക ശില്പ കേസുകളിലെ തന്ത്രിയുടെ ജാമ്യ ഹർജികളിലാണ് കൊല്ലം വിജിലൻസ് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിന് കണ്ണൂരിൽ ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KIP ഗ്രൌണ്ടിലാണ് ദിനാഘോഷ പരിപാടികൾ നടന്നുവരുന്നത്. ഇന്ന് രാവിലെ മന്ത്രി MB രാജേഷ് സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ വികസനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് നിർണായകമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. തുടർന്ന് വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറും ഉണ്ടായിരുന്നു. രാത്രി വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ പ്രതിനിധി സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, സ്വരാജ് മാധ്യമ പുരസ്കാരം, ലൈഫ് മിഷൻ പുരസ്കാരം, ശുചിത്വ ഗ്രേഡിംഗ് പുരസ്കാരം എന്നിവ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. വയനാട് ജില്ലയിൽ പീഡനത്തിനിരയായ +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പീഡനത്തിനിരയായ വിവരം സ്കൂൾ അധികൃതർ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ബന്ധുവിനെയും അയൽവാസിയെയും അറസ്റ്റ് ചെയ്തിരുന്നു. തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTA ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല OP ബഹിഷ്കരണം തുടരുന്നതിനോടൊപ്പം നാളെ മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവയ്ക്കുമെന്ന് ഭാരവാഹികൾ പ്രസ്താവനയിൽ അറിയിച്ചു. 3 ദിവസമായി തുടരുന്ന OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും മൂലം PG വിദ്യാർത്ഥികളും ഹൌസ് സർജൻമാരുമാണ് OPയിൽ രോഗികളെ പരിശോധിക്കുന്നത്. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനുമായി ഈ മാസം 25 മുതൽ എല്ലാ ബുധനാഴ്ചയും വാഹന നിയന്ത്രണം ഏർപ്പെടുത്തി ലക്ഷദ്വീപ് ഭരണകൂടം ഉത്തരവിറക്കി. നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് 500 രൂപ പിഴ ഈടാക്കുമെന്ന് ജില്ലാ കളക്ടർ R ഗിരിശങ്കർ അറിയിച്ചു. ദ്വീപ് നിവാസികൾക്കിടയിൽ നടത്തവും സൈക്ലിംഗും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം. ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, സുരക്ഷാ സേനകൾ, അടിയന്തര വൈദ്യസഹായം എന്നിവ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ICC T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. T20 ലോകകപ്പിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക UAEയെയും മറ്റൊരു മത്സരത്തിൽ പാകിസ്ഥാൻ നമീബിയയെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ അൾട്രാവയലറ്റ് വികിരണ തോത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പകൽ 11 മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഈ മാസം 22 വരെ സംസ്ഥാനത്ത് നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കോഴിക്കോട് ഉള്ളിയേരി തണ്ണീർമലയിൽ പുൽക്കാടിന് തീപിടിച്ചു. കൊയിലാണ്ടിയിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തി തീ പൂർണ്ണമായും അണച്ചു. നാട്ടുകാരുടെ സഹായത്തോടെയാണ് 20 ഏക്കറോളം വരുന്ന പ്രദേശത്തെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 283 പോയിന്റ് ഉയർന്ന് 83,734-ലും നിഫ്റ്റി 93 പോയിന്റ് ഉയർന്ന് 25,819-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 14,135 രൂപയും പവന് 1,13,080 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ നാവിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന സുപ്രധാന പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം.
ഭിന്നശേഷി സംവരണം സംബന്ധിച്ച് NSSന് ലഭിച്ച സുപ്രീംകോടതി ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് കുഞ്ഞ് മരിച്ചെന്ന പരാതിയിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭം നാളെ. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വലിയ നോമ്പിനും ഇന്ന് തുടക്കമായി. ICC T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.